എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലക്ഷ്മണ സാന്ത്വനം എന്ന പാഠഭാഗത്തിൻ്റെ ആമുഖമാണ് പറഞ്ഞു വെച്ചത്. ഇന്ന് നമ്മൾ പാഠഭാഗത്തിലേക്ക് പോവുകയാണ്. അതിനു മുമ്പായിട്ടൊരു കാര്യം കൂടി കൂട്ടുകാരോട് പറയാനുള്ളത്, എല്ലാവരും നന്നായിട്ട് ടെക്സ്റ്റ് വായിക്കണം. വായന എന്ന് പറയുന്നത് നിർബന്ധമാക്കണം, നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമാക്കണം. വായിക്കാത്ത കുട്ടികൾക്ക് മലയാള ഭാഷയ്ക്ക് ഒരു A+ മേടിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നല്ല വായന, അതായത് വിശാലമായ മനസ്സിൻ്റെ ആ വിശാലമായ വായന എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾക്ക് ലാംഗ്വേജ് സ്കിൽ ഉണ്ടാക്കുന്നതിന് ഏറ്റവും അധികം സഹായകമാകും. അപ്പോൾ ഇപ്പോൾ തന്നെ ഈ പാഠം തന്നെ എടുത്തു കഴിയുമ്പോഴും നന്നായിട്ട് വായിച്ചു വേണം. ഓരോ പാഠം പഠിക്കുമ്പോഴും വളരെ ഭംഗിയായിട്ട് വായിക്കാനുള്ള ഒരു മനസ്സ് ഓരോ കുട്ടികൾക്കും ഉണ്ടാകണം. അപ്പോൾ ഇന്ന് നമ്മൾ പാഠഭാഗത്തിലേക്ക് കടക്കുകയാണ്. ലക്ഷ്മണ സാന്ത്വനം എന്ന പാഠഭാഗം. അതിൻ്റെ ആമുഖം എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു, എങ്കിലും ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ്. ശ്രീരാമ പട്ടാഭിഷേകം മുടങ്ങിയതറിഞ്ഞ ലക്ഷ്മണൻ അത്യധികം കുപിതനായി ലക്ഷ്മണനെ ആശ്വസിപ്പിക്കുകയാണ് ശ്രീരാമൻ. അപ്പോൾ കുപിതനായ ലക്ഷ്മണനെ ശ്രീരാമൻ ആശ്വസിപ്പിക്കുന്നതാണ് പാഠഭാഗം. ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്, ആമുഖമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. തുടർന്ന് നമുക്ക് പാഠത്തെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് അപഗ്രഥിച്ച് പഠിക്കാം. ആദ്യമായിട്ട് ഞാൻ ഈ പാഠഭാഗം വായിക്കുകയാണ്. നമ്മൾ ഇന്ന് എടുക്കുന്ന ഭാഗം മാത്രം വായിക്കുകയാണ്. വത്സാ സൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ, നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനിടോ നിന്നുള്ളിൽ എപ്പോഴും, എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും, നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും, നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ, ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യ ധനാദിയും. ഇത്രയും നിൽക്കട്ടെ. ഇനി നമുക്ക് ഓരോ വരികളുടെയും ആശയം എന്താണെന്ന് നോക്കാം. വത്സാ സൗമിത്രേ കുമാര നീ കേൾക്കണം. അപ്പോൾ ശ്രീരാമൻ ലക്ഷ്മണനെ അനുനയ വാക്കുകൾ കൊണ്ട് സമാധാനിപ്പിക്കുകയാണ്, ആശ്വസിപ്പിക്കുകയാണ്, സാന്ത്വനിപ്പിക്കുകയാണ്. അപ്പോൾ അത്യധികം കുപിതനായിട്ട് നിൽക്കുന്ന അനുജനെ എങ്ങനെയൊക്കെയാണ് ശ്രീരാമൻ ആശ്വസിപ്പിക്കുന്നതാണ്, എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാണ് ആശ്വസിപ്പിക്കുന്നതെന്നാണ് നമുക്ക് പഠിക്കേണ്ടത്. വത്സാ സൗമിത്രേ, വത്സ വളരെ സ്നേഹത്തോടു കൂടി വിളിക്കുന്ന വാക്കാണത്, സംബോധനയാണ് വത്സ. അനുജനാണ്, അതുകൊണ്ട് തന്നെ ആ വാക്ക് വത്സ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. സൗമിത്രേ, സൗമിത്ര ആരാണ്? ദശരഥ മഹാരാജാവിൻ്റെ ഭാര്യയാണ് സൗമിത്ര, ലക്ഷ്മണൻ്റെ അമ്മയുമാണ്. ദശരഥ മഹാരാജാവിന് 3 ഭാര്യമാരാണുള്ളത്, കൗസല്യ, സുമിത്ര, കൈകേയി. അപ്പോൾ സുമിത്രയാണ് ഏറ്റവും ഇളയത്. സുമിത്രയുടെ പുത്രനാണ് ആര്? ലക്ഷ്മണൻ. കൗസല്യയുടെ പുത്രനാണ് ശ്രീരാമൻ. കൈകേയിയുടെ പുത്രനാണ് ഭരതൻ. ഇത് കുട്ടികൾക്ക് അറിയാമല്ലോ, നേരത്തെയൊക്കെ കേട്ടിരിക്കുമല്ലോ. രാമായണവും മഹാഭാരതവും ഒക്കെ നമ്മുടെ ഇതിഹാസ കാവ്യങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ബേസിക്കലി കുറച്ച് കാര്യങ്ങളൊക്കെ കുട്ടികൾ അറിയേണ്ടതുണ്ട്. വത്സാ സൗമിത്രേ കുമാര, സൗമിത്ര എന്ന വാക്കിന് സുമിത്രയുടെ പുത്രനായതുകൊണ്ടാണ് സൗമിത്ര എന്ന വിശേഷണം അവിടെ വന്നത്. കുമാര യുവാവാണ്, അതുകൊണ്ടാണ് കുമാര നീ കേൾക്കണം. എന്ത് കേൾക്കണം? മത്സരാദ്യം വെടിഞ്ഞ് എന്നുടെ വാക്കുകൾ, മത്സരങ്ങളെല്ലാം വെടിയുക. അതൊക്കെയാണ് മത്സരങ്ങൾ എന്ന് പറയുന്നത്. കാമം, ക്രോധം, ലോഭം, മോഹം, ഇവയൊക്കെയാണ് മത്സരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവയൊക്കെ ഉള്ളിടത്തോളം കാലം നമ്മുടെ മനസ്സിന് മുക്തി ലഭിക്കില്ല എന്ന് പറയുന്നത്. ഇതൊക്കെ അമിതമായി പോയാൽ മനസ്സിന് മുക്തി ലഭിക്കില്ല എന്ന് പറയും. അപ്പോൾ മത്സരങ്ങളെല്ലാം വെടിഞ്ഞിട്ട്, കാമം, ക്രോധം, ലോഭം, മോഹമൊക്കെ എന്താണെന്നറിയാലോ. കാമം എന്ന് പറയുന്ന സ്ത്രീകളോട് ഉള്ള അമിതമായ ആസക്തിയാണ് കാമം എന്ന വാക്കിന് അർത്ഥം. ക്രോധം, ദേഷ്യം എല്ലാവരിലും ഉള്ളത് തന്നെയാണ് ഈ വക വികാരങ്ങളൊക്കെ തന്നെയും. അപ്പോൾ ക്രോധം എന്താണ്? ദേഷ്യം എന്നാണ്. കാമം, ക്രോധം, ലോഭം അത്യാഗ്രഹം എന്നാണ്. പിന്നെ മോഹം ഇല്ലാത്ത മനുഷ്യരില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും മോഹമില്ലേ. അപ്പോൾ മോഹം എന്നൊക്കെ പറയുന്ന ഈ വികാരങ്ങളെല്ലാം തന്നെ ആദ്യം നീ എന്ത് ചെയ്യുക? ഉപേക്ഷിക്കുക ലക്ഷ്മണ എന്നാണ്. അപ്പോൾ എല്ലാത്തിനും പ്രധാന കാരണങ്ങളായിട്ടുള്ള ഇത്തരം മത്സരങ്ങളെല്ലാം ഉപേക്ഷിക്കുക. എന്നിട്ട് എന്താ? നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നു, നിന്റെ മനസ്സിലുള്ള കാര്യം എന്താണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനിവിടെ മുമ്പേ തന്നെ എനിക്കറിയാം.
നിന്റെ മനസ്സിലുള്ളത് എന്താണ് എന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാം. നിന്നുള്ളിൽ എപ്പോഴും നിന്റെ മനസ്സിലെപ്പോഴും എന്താണ് എന്നുള്ള കാര്യം എനിക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ്. എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും. എന്താണ് എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും എന്ന് പറഞ്ഞാൽ ശ്രീരാമനോട് ലക്ഷ്മണനുള്ള വാത്സല്യം, സ്നേഹം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അതായത് മറ്റുള്ളവർക്ക് ഉള്ളതിനേക്കാളും ശ്രീരാമനോട് ലക്ഷ്മണന് അത്യധികമായ സ്നേഹം ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അത് ശരിക്ക് ബോധ്യമുണ്ട്. ആർക്ക്? ശ്രീരാമന് ബോധ്യമുണ്ട്. വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കും, നിന്നെപ്പോലെ മറ്റാർക്കും ഇല്ല എന്നുള്ളതും, നിന്നാൽ അസാധ്യമായില്ല ഒരു കാര്യവും. എന്താ നിന്നാൽ അസാധ്യമായില്ല ഒരു കർമ്മം എന്ന് പറഞ്ഞാൽ? അതായത് ലക്ഷ്മണൻ എന്താണോ ചിന്തിക്കുന്നത് അത് നേടുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു വരം തന്നെ ലക്ഷ്മണന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യവും എനിക്കറിയാം. പിന്നെ അസാധ്യമായില്ലൊരു കർമ്മം പ്രവൃത്തി. അപ്പോൾ നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നും, പിന്നെ നിർണയമെങ്കിലും ഒന്നിത് കേൾക്ക നീ എന്നാണ്. തീർച്ചയായും നിർണയം എന്ന വാക്കിന് തീർച്ചയായും ഞാൻ പറയുന്നത് നീ മനസ്സിലാക്കുക. അപ്പോൾ ലക്ഷ്മണനെ ആദ്യം അനുനയ വാക്കുകൾ പറയുക മാത്രമല്ല, ലക്ഷ്മണന്റെ കഴിവുകൾ എന്തൊക്കെയാണ് എന്ന് ലക്ഷ്മണന് തന്നെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുക്കുക കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ അമിതമായ ദേഷ്യത്തെ ഒന്ന് കുറയ്ക്കാനും കൂടി ജ്യേഷ്ഠന്റെ ഈ വാക്കുകൾ ഉപകരിക്കുന്നുണ്ട്. എന്നിട്ട് എന്താണ്? നിർണയമെങ്കിലും ഒന്നിത് കേൾക്ക നീ, ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും. ദൃശ്യം ഈ കാണുന്ന ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും, രാജ്യവും ദേഹവും, ദേഹം ശരീരം എന്നർത്ഥം. ഇപ്പൊ തന്നെ രാജ്യം ലഭിക്കാത്തതിൽ, അതായത് പട്ടാഭിഷേകം മുടങ്ങിയത് അറിഞ്ഞിട്ടാണല്ലോ ലക്ഷ്മണന് ഇത്രയും കോപം ഉണ്ടാകാൻ കാരണം. ആണ് ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നത്. എന്താ പറഞ്ഞത്? ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും, ദൃശ്യമായിട്ടുള്ള ഈ കാണുന്ന രാജ്യം, ദേഹം തുടങ്ങിയവയും, വിശ്വവും, വിശ്വം പ്രപഞ്ചം അല്ലെ, നാം താമസിക്കുന്ന അല്ലെങ്കിൽ നാം ജീവിക്കുന്ന ഈ പ്രപഞ്ചം, വിശ്വവും നിശേഷ ധാന്യധനാദിയും, നിശേഷമായിട്ടുള്ള, നിശേഷം മുഴുവനായിട്ടുള്ള, മാത്രമല്ല ധനവും ധനാദിയും, ധനം ആദിയായവ, ഇതെല്ലാം സത്യമെന്നാകിൽ, ഇതെല്ലാം സത്യമാണെങ്കിലും തൽപ്രയാസം തവ യുക്തമതല്ലായെങ്കിൽ എന്തിനാൽ ഫലം, ഇതൊന്നും നിലനിൽക്കില്ല എന്നതിനാൽ പിന്നെന്താണ് ഫലമുള്ളത്? അപ്പോ ശ്രീരാമൻ എന്താ പറഞ്ഞത്? നാം ഈ കാണുന്ന ഈ പ്രപഞ്ചത്തിലുള്ള സർവ രാജ്യ ദേഹാദിയും നിശേഷ ധാന്യ ധനാദികളും ഇതെല്ലാം തന്നെ സത്യമാകിലും അതെല്ലാം ശാശ്വതമല്ലെങ്കിൽ പിന്നെ ലക്ഷ്മണന്റെ ഈ പ്രയത്നം കൊണ്ട് എന്ത് ഫലമാണുള്ളത്? ലക്ഷ്മണന്റെ ഈ പരിശ്രമം കൊണ്ട് എന്ത് ഫലമാണുള്ളത്? രാജ്യമായാലും സ്വത്തുക്കളായാലും ധനങ്ങൾ ഏതായാലും അതെല്ലാം തന്നെ പ്രപഞ്ചത്തിൽ ശാശ്വതമായിട്ടുള്ളതല്ല. ഇന്ന് വരും, നാളെ അത് ഇല്ലാതാകും എന്നുള്ള ഒരു പ്രപഞ്ച സത്യത്തെയാണ് ഇവിടെ ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. പിന്നെന്താണ്? അടുത്ത എന്താണ്? യുക്തമതല്ലെങ്കിൽ എന്തിനാൽ ഫലം, ഇതൊന്നും നമുക്ക് ശാശ്വതമല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കഠിനമായ പരിശ്രമത്തിന്റെ ഫലം എന്താണ്? എന്നിട്ട് അതിനെ സ്ഥാപിക്കാൻ വേണ്ടി, ഇതിന് പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടി ഒരു അലങ്കാരത്തിലൂടെ എഴുത്തച്ഛൻ പറയുന്ന വരികൾ നമുക്ക് നോക്കാം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം, വേഗേന നഷ്ടമായുസ്സുമോർക്ക നീ, വഗ്നിസന്തപ്ത ലോകസ്താംബു ബിന്ദുന സന്നിഭം മധ്യജന്മം ക്ഷണഭംഗുരം എന്നാണ്. അപ്പൊ എന്താണ്? ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം. ഭോഗങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? സുഖങ്ങൾ. നമ്മുടെ ഭൗതിക ജീവിതത്തിൽ അല്ലെങ്കിൽ ലൗകിക ജീവിതത്തിലുള്ള സുഖങ്ങൾ. ഈ സുഖങ്ങൾ എന്ന് പറയുന്നത് എന്തെല്ലാം? നമ്മുടെ കുടുംബം, അതുപോലെ തന്നെ മറ്റു സുഖങ്ങൾ, സ്വത്തായാലും മറ്റ് പ്രതാപങ്ങളായാലും ഐശ്വര്യങ്ങളായാലും എല്ലാം തന്നെ എന്താണ്? ഭോഗങ്ങൾ. ഇതിനെയൊക്കെയാണ് ഭോഗങ്ങൾ എന്ന് പറയുന്നത്. ഭോഗം എന്ന വാക്കിന് സുഖം എന്നാണ് അർത്ഥം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭ പോലെയാണ്. എന്താ ക്ഷണപ്രഭ എന്ന് പറഞ്ഞാല്? ക്ഷണപ്രഭ എന്ന വാക്കിന് മിന്നൽ എന്നാണ് അർത്ഥം. അപ്പോൾ മിന്നൽ പോലെ ചഞ്ചലമാണ്. ചഞ്ചലം എന്നാൽ ഇളകുന്നതാണ്. കുട്ടികളെല്ലാം മഴ പെയ്യുമ്പോൾ നമുക്കറിയാം, കാർമേഘാവൃതമായ ആകാശം, നല്ല മഴ ഉണ്ടാകുന്നതാണ്. അപ്പോൾ മഴ പെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളെ അല്പം ഒന്ന് ഭയപ്പെടുത്തുന്നതുമാണല്ലേ മിന്നൽ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒത്തിരി ഉള്ളിൽ ഭയമുള്ളതല്ലേ മിന്നൽ. അപ്പോൾ ഈ മിന്നൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
കുറേ സമയം നമുക്ക് മിന്നലിനെ ഇങ്ങനെ നോക്കി നിൽക്കാൻ പറ്റൂ? ഒരിക്കലും സാധ്യമല്ല. പിന്നെ എന്താ സംഭവിക്കുക? മിന്നൽ വരുന്നു, പെട്ടെന്ന് അതങ്ങ് അപ്രത്യക്ഷമാകുന്നു, അല്ലെ? അതെന്താണ്? നിമിഷ നേരം കൊണ്ട് ഇല്ലാതാകുന്നതാണ്. അതുപോലെയാണ് മനുഷ്യ ജീവിതവും. അപ്പോൾ എന്താ, അതിന് ഒരു എക്സാമ്പിൾ, മറ്റൊരു എക്സാമ്പിൾ കൂടി ഞാനിവിടെ പറയാം. എന്താ, നമ്മൾ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ, അതായത് പൂന്താനത്തിൻ്റെ വരികളാണ് എനിക്കിവിടെ ഓർമ്മയിൽ വരുന്നത്. എന്താ, ജ്ഞാനപ്പാന. അതിൽ പറയുന്നുണ്ടല്ലോ, കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ എന്നാണ്. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ, അല്ലേ? അപ്പോൾ ഈ ജീവിതം എന്നൊക്കെ പറയണത് എന്താണ്? ഇന്ന് കാണുന്നതെല്ലാം തന്നെ നാളെ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ അതാ പറഞ്ഞ, ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭ ചഞ്ചലം. ക്ഷണപ്രഭ എന്ന് പറഞ്ഞാൽ മിന്നൽ എന്നാണ്, ചഞ്ചലം എന്നാൽ ഇളകുന്നതെന്നാണ്. അപ്പോൾ സുഖങ്ങളെല്ലാം തന്നെ എന്താണ്? മിന്നൽ പോലെ ക്ഷണികമാണ്. പിന്നെന്താണ്? വേഗേന നഷ്ടമായുസ്സും ഓർക്ക നീ. വേഗേന, വേഗത്തിൽ. എന്ത്? ആയുസ്സും നഷ്ടമാകും. നമ്മുടെ ആയുസ്സും എങ്ങനെയാണ്? നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, നമുക്ക് മുൻപോട്ടുള്ള ജീവിതത്തിൽ വരുന്ന ആയുസ്, നമ്മളെ ഓരോ മനുഷ്യൻ്റെയും ആയുസ് എന്ന് പറയുന്നത് വേഗത്തിൽ നഷ്ടമാകുന്നതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേഗേന നഷ്ടമായുസ്സുമോർക്ക നീ. പിന്നെന്താ? വഗ്നി സന്തപ്ത ലോകസ്താംബു ബിന്ദുന. ഈ ഒരു കാര്യത്തെ പറയുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഈ അലങ്കാരം ഉപയോഗിച്ചിരിക്കുന്നത്. എന്ത് അലങ്കാരമാണ്? വഗ്നി സന്തപ്തം. എന്താണ്? വഗ്നി, അഗ്നി, തീ. അപ്പോൾ അതുകൊണ്ടാ സന്തപ്ത ലോകസ്താംബു ബിന്ദുന. സന്തപ്തം ചുട്ടുപഴുത്ത. അപ്പോൾ ചുട്ടുപഴുത്ത് കിടക്കുന്ന ലോഹ തകിടിൽ എന്ത് വീണാല്? ലോകസ്താംബു ബിന്ദുന. അമ്പു ജലം, അമ്പു ബിന്ദുന ജലകണികകൾ വീണാൽ എന്താ സംഭവിക്കുക? അത് പെട്ടെന്ന് തന്നെ സന്നിഫം മർത്യജന്മം ക്ഷണഭംഗുരം. പെട്ടെന്ന് തന്നെ ആ ലോക തകിട് ആ ജലത്തുള്ളിയെ ആഗിരണം ചെയ്യും. ഒരിക്കലും അത് നിലനിൽക്കില്ല. അതുപോലെ സന്നിഫം, അതുപോലെയാണ് മർത്യജന്മവും. മർത്യജന്മം എന്നാൽ എന്താ? മനുഷ്യജന്മം. മർത്യജന്മം വിഗ്രഹിക്കുക. അതെങ്ങനെയാണ് വിഗ്രഹിച്ച് പറയാം? മർത്യന്റെ ജന്മം അത് ക്ഷണഭംഗുരമാണ്. അത് നിമിഷ നേരം കൊണ്ട് തന്നെ ഇല്ലാതാകുന്നതാണ്. അപ്പൊ എന്താ പറഞ്ഞത്? സുഖങ്ങളെല്ലാം തന്നെ മിന്നൽ പോലെ ക്ഷണികമാണ് എന്നും അത് എങ്ങനെയാണെന്നാ പറഞ്ഞിരിക്കുന്നത്? ചുട്ടുപഴുത്ത് കിടക്കുന്ന ലോഹത്തകിടിൽ ജലബിന്ദുക്കൾ, ജലകണികകൾ വീണാൽ അത് നിമിഷ നേരം കൊണ്ട് തന്നെ ആ ലോഹത്തകിട് ആ ജലകണികയെ അല്ലെങ്കിൽ ജലത്തിന്റെ ആ ബിന്ദുക്കളെ എന്ത് ചെയ്യും? ആഗിരണം ചെയ്യും. അതുപോലെയാണ് മനുഷ്യജീവിതവും. പെട്ടെന്ന് തന്നെ മനുഷ്യജീവിതവും ഇല്ലാതാകുന്നതാണ്. ഇതൊന്നും തന്നെ ഈ ഭൂമിയിൽ നാം ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ശാശ്വതമായിട്ടുള്ളതല്ല ലക്ഷ്മണ എന്ന് പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുക്കുകയാണ്. ഇവിടെ പോലെ എന്ന് വരുന്നത് കണ്ടോ കുട്ടികൾ? ശ്രദ്ധിക്കുന്നുണ്ടോ? അത് ഭക്ഷണത്തിന് ലോകസ്താംബു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം എന്ന് പറയുന്നുണ്ട്, അല്ലെ? ഇവിടെ ലോക തകിടിനോട്, അതായത് ലോക തകിടിൽ വീഴുന്ന വെള്ളത്തുള്ളിയോടാണ് മനുഷ്യ ജീവിതത്തിനെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒന്നിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുകയാണ്. സാദൃശ്യം പറയുന്ന അലങ്കാരം ഏതാണ്? ഉപമയാണ്. സാദൃശ്യം ഇപ്പോൾ എക്സാമിനൊക്കെ CBSE കുട്ടികൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ അതിനകത്ത് 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. മുൻ ബോർഡ് എക്സാമിന് സാദൃശ്യം പറയുന്ന അലങ്കാരം ഏത്? അപ്പോൾ സാദൃശ്യകൽപ്പന പറയുന്ന അലങ്കാരം ഉപമയാണ്. അഭേദകൽപ്പന ചെയ്യുന്നത് രൂപകമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ 4 ലൈൻസ്, അതായത് ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭ ചഞ്ചലം എന്ന് തുടങ്ങുന്ന ഈ വരികൾ എല്ലാവരും നന്നായിട്ട് കാണാതെ പഠിച്ചു വെക്കുക. ഷോർട്ട് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കും ഇതിനകത്തുനിന്ന്. അതുപോലെ തന്നെ essay ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേനൊക്കെ ഈ ലൈൻസിൽ നിങ്ങൾക്ക് കോട്ടിങ്സിൽ എഴുതാൻ പറ്റും. നന്നായിട്ട് പഠിച്ചു വെക്കുക. പ്രധാനപ്പെട്ട വരികളെന്ന് പറയുന്നത്, ഞാൻ നിങ്ങളോട് പറയുന്ന വരികൾ നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കുക. പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈൻസ് അത് ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ. ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാ കുട്ടികളും നന്നായിട്ട് തന്നെ ഈ ഇത്രയും എടുക്കുന്ന ഭാഗങ്ങൾ, ഓരോ ക്ലാസ്സിലും എടുക്കുന്ന ഭാഗങ്ങൾ ഭംഗിയായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതിനോടൊപ്പം തന്നെ അതിനകത്ത് വരുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻ, അതായത് ഇപ്പോൾ എക്സാമ്പിൾ ചമൽക്കാര ഭംഗി, അതുപോലെ ആശയഭംഗി എഴുതുക എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. തുടർന്ന് വരുന്ന ഭാഗത്ത് നമുക്ക് ബാക്കി ഭാഗം എടുക്കാം. തുടർന്ന ക്ലാസ്സുകളിൽ എടുക്കുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ്സിൽ എത്തിയിട്ടുള്ള എല്ലാവർക്കും താങ്ക് യു. ഇനി അടുത്ത കാണുന്നത് വരെ ബൈ ബൈ.